2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഗസയ്ക്ക് വേണ്ടി സ്പെയിൻ ഈ കപ്പ് ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത ആ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇന്ന് ആ ഒരു വാക്ക് സത്യമായിരിക്കുകയാണ്. അർജന്റീനയെ നിലം പരിശാക്കി സ്പാനിഷ് പട ലോക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു. സ്പെയിനിൻ്റെ മികച്ച ഒരു പ്രകടനമായിരുന്നു ഇന്നലത്തെ കളിയിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അർഹിച്ച വിജയം തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ ഈ വിജയം കേവലം ഫുട്ബോൾ മൈതാനത്തെ വിജയം മാത്രമല്ല. ഇത് അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും സയനിസ്റ്റ് അനുകൂലികൾക്കും അതോടൊപ്പം ഇവിടെയുള്ള സംഘ്യ കൂട്ടങ്ങൾക്കും കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി കൂടിയാണ്. ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി സയനിസ്റ്റ് അധിനിവേശ ശക്തികൾക്കെതിരെ കൃത്യമായ നിലപാടെടുത്ത യൂറോപ്പിലെ ഏക രാജ്യമാണ് സ്പെയിൻ. ഫലസ്തീന് വേണ്ടി യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും ശക്തമായി ശബ്ദിച്ചതും ആ സ്പെയിൻ തന്നെയാണ്. അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേൽ നടത്തുന്ന ആ കൂട്ടക്കുരുതികളെ പരസ്യമായി അപലപിക്കാൻ സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് ഒരിക്കലും ഭയപ്പെട്ടില്ല. ഗസയിൽ നടക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണ് എന്നും നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നും ഇസ്രായേലിന്റെ മുഖത്തു നോക്കി പറഞ്ഞ ആർജവമുള്ള ഭരണാധികാരിയായിരുന്നു പെഡ്രോ സാഞ്ചസ്. കേവലം വാക്കുകളിൽ മാത്രം ഒതുക്കാതെ ഫലസ്തീൻ്റെ അതിജീവനത്തിനായി അന്താരാഷ്ട്ര കോടതികളിൽ വരെ നിലപാടുകളെടുത്ത രാജ്യമാണ് സ്പെയിൻ. ആ സ്പെയിൻ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തി നിൽക്കുമ്പോൾ അത് കേവലം ഒരു കായിക വിജയമല്ല, മറിച്ച് മാനവികതയുടെയും നീതിയുടെയും വിജയം കൂടിയാണ്. പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു വെക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ചില സംഘികളും ക്രിസംഘികളും അതോടൊപ്പം മെസ്സിയെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവന്മാരും സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ഫുട്ബോളിൽ എന്തിനാണ് മതവും രാഷ്ട്രീയവും കലർത്തുന്നത് എന്ന്. അങ്ങനെയുള്ളവന്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഈ കേരളത്തിൽ ഫുട്ബോളിൽ ആദ്യമായി മതവും വർഗീയതയും തിരികെ കയറ്റിയത് ആരാണ്? ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയത്. ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഫുട്ബോളിൽ ഇസ്ലാമിക വൽക്കരണം നടക്കുന്നുവെന്ന് പറഞ്ഞ് ചാണകം മാത്രം തിന്നു ജീവിക്കുന്ന കുറേ സംഘികൾ ജനൻ ടിവിയിലിരുന്ന് വർഗീയ വിഷം ചീറ്റിയപ്പോൾ ഈ പറയുന്നവന്മാരൊക്കെ അന്ന് ഇവിടെയായിരുന്നു. അന്ന് നിന്റെയൊക്കെ നാവ് ഇവിടെയായിരുന്നു. ഫുട്ബോൾ എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള കളിക്കാർ പങ്കെടുക്കുന്ന ഒന്നാണ്. ഓരോ കളിക്കാരനും ഗോളടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജയിക്കുമ്പോഴോ സ്വന്തം വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനകൾ അവർ നടത്താറുണ്ട്. ക്രിസ്ത്യൻ കളിക്കാർ കുരിശടയാളം വരയ്ക്കാറുണ്ട്, ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അതൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. നേരെ മറിച്ചൊരു മുസ്ലിം കളിക്കാരൻ കളിക്കളത്തിൽ സുജൂദ് ചെയ്താൽ അവിടെ തുടങ്ങും ഇതുപോലെയുള്ള സംഘികളുടെയും ക്രിസംഘികളുടെയും വർഗീയതയും ഇരട്ടത്താപ്പും. ഈജിപ്തിൻ്റെ കോച്ച് ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം തരം വിദ്വേഷ പ്രചാരണങ്ങളാണ് നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഘികളും നടത്തിയത്. നോക്കൂ, ഞാൻ ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയാം. ലയണൽ മെസ്സി ഒരു കാൽപന്ത് മാന്ത്രികനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ കളി നല്ലതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഫുട്ബോൾ ഇതിഹാസത്തോടോ അർജന്റീന എന്ന് പറയുന്ന ടീമിനോടോ ഉള്ള വിയോജിപ്പല്ല ഇത്, മറിച്ച് അർജന്റീന ഭരിക്കുന്ന ജാവിയർ മിലേ എന്ന ഇപ്പോഴത്തെ അധിനിവേശ സയനിസ്റ്റ് അനുകൂല ഭരണാധികാരിയോടാണ്, അദ്ദേഹത്തിൻ്റെ നയങ്ങളോടാണ്. നിങ്ങൾ കണ്ടതാണ്, ഈ ലോകകപ്പിലുടനീളം ഇസ്രായേലിലെങ്ങും അർജന്റീനയ്ക്ക് കിട്ടിയത് വലിയ വൻ പിന്തുണയായിരുന്നു. സെമി ഫൈനലിൽ അർജന്റീന ഫ്രാൻസിനെതിരെ വിജയിച്ചപ്പോൾ വലിയ വൻ ആഘോഷങ്ങളായിരുന്നു ഇസ്രായേലിലെ തെരുവുകളിൽ കാണാൻ സാധിച്ചത്. അതോടൊപ്പം ഇപ്പോൾ നോക്കിയാലറിയാം, മുൻകാലങ്ങളിൽ ഫുട്ബോളിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയവും മതവും അധികം ചർച്ച ചെയ്യപ്പെട്ടതായി കാണാൻ സാധിക്കില്ല. പക്ഷേ അത് കൂടുതലായും ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഫുട്ബോൾ ലോകകപ്പിലാണ്. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരായി മാറി. അന്നൊന്നും ഈ തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ നിരപരാധികളായ 10,000-കണക്കിന് വരുന്ന ഗസയിലെ ബെഞ്ച് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ആ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അർജന്റീനയോടുള്ള ആ പിന്തുണയും മുസ്ലിം കളിക്കാർ മൈതാനങ്ങളിൽ സുജൂദ് ചെയ്യുന്ന ആ കാഴ്ച കണ്ട് കുരുപൊട്ടിയ സംഘി ക്രിസംഘികളൊക്കെയാണ് ഇതിന് തുടക്കമിട്ടത്. ഗാലറിയിൽ ഇസ്രായേൽ അനുകൂലികളായ അർജന്റീന ആരാധകർ ഈജിപ്തിൽ നിന്ന് വന്ന കാണികളോടും ആ ജനങ്ങളോട് കാണിച്ച മോശമായ പെരുമാറ്റങ്ങൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. കളി കാണാൻ എത്തിയിരുന്ന ഈജിപ്തിലെ കാണികൾക്ക് നേരെ, ആ ജനങ്ങൾക്ക് നേരെ ബിയർ ഒഴിച്ചു കൊടുത്തതൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നു. ഇസ്രായേൽ ഗസയിൽ 10,000-കണക്കിന് വരുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങളെ, ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ആ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോഴും
അതിനെ പരസ്യമായി പിന്തുണയ്ക്കുകയും ആ ഇസ്രായേലിന് പൂർണ്ണമായ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് അർജന്റീനയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ജാവിർ മിലൈ. അർജന്റീനയുടെ എംബസി ജെറുസലേമിലേക്ക് മാറ്റുമെന്ന ജാവിർ മിലൈയുടെ പ്രഖ്യാപനത്തിൽ നിന്നും അയാൾ എത്രത്തോളം സയനിസ്റ്റ് അനുകൂലിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നിരപരാധികളായ 10,000-കണക്കിന് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നൊടുക്കുന്ന ഗസയെ ഒരു ശ്മശാനമാക്കി മാറ്റിയ ബെഞ്ചമിൻ നെതന്യാഹുവിന് അർജന്റീന ജയിക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആഗ്രഹം ഒരിക്കലും സഫലമാകരുത് എന്നാഗ്രഹിക്കുന്നത് മാനവികതയുള്ള ഏതു മനുഷ്യൻ്റെയും സ്വാഭാവികമായ നിലപാടാണ്. ഗസയിൽ ഇസ്രായേൽ ക്രൂരമായ വംശഹത്യ നടത്തുമ്പോൾ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഭയം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും മൗനം പാലിക്കുമ്പോഴും അത് കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുമ്പോഴാണ് യൂറോപ്പിലെ ഒരു രാജ്യമായ സ്പെയിൻ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. സ്പെയിനിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ ശക്തമായി തുറന്നടിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരുപക്ഷെ മറ്റൊരു യൂറോപ്യൻ രാജ്യങ്ങളിലും കാണാത്ത തരത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ് ഫലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സ്പെയിനിലെ തെരുവുകളിൽ തടിച്ചുകൂടിയത്. ലാമിൻ യമാൽ ഫലസ്തീനിലെ ജനങ്ങൾക്ക് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു വാഹനത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ച് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനായ ചുണക്കുട്ടി ആ ഫലസ്തീൻ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു വശത്ത് അധിനിവേശ ശക്തികളെ താങ്ങി നിർത്തുന്ന ഭരണകൂട നിലപാടുകൾ, മറുവശത്ത് നീതിക്കും മനുഷ്യത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന സ്പെയിൻ. അപ്പോൾ പിന്നെ മനുഷ്യത്വമുള്ള ഏതൊരാളാണ് സ്പെയിൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കാത്തത്? ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ നിലപാടുകളില്ലാത്ത കുറച്ച് ആളുകളെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിലൂടെ ഗസയിൽ വംശഹത്യ നടക്കുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു, ഇസ്രായേൽ ക്രൂരന്മാരാണ് എന്നൊക്കെ പോസ്റ്റ് ഇടുകയും വാവിട്ട് നിലവിളിക്കുകയും പിന്നീട് നെതന്യാഹുവും സയനിസ്റ്റുകളും പിന്തുണയ്ക്കുന്ന ടീം തന്നെ ജയിക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ചില ഇരട്ടത്താപ്പുകാരെ കാണാൻ സാധിക്കും. ഇത്രയും കാലം ഗസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയവന്മാരാണ്, ഫലസ്തീൻ അനുകൂല റാലികളിൽ പങ്കെടുത്തവന്മാരാണ്. എന്നാൽ മെസ്സി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് അതെല്ലാം മറന്ന് ഇപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ആ ബെഞ്ചമിൻ നെതന്യാഹു ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അർജന്റീനയ്ക്കൊപ്പം നിലകൊള്ളുകയാണ്. ഒരു മനുഷ്യനായാൽ കൃത്യമായ നിലപാടുകൾ ഉണ്ടായിരിക്കണം. ഞാൻ അന്നും ഇന്നും സംസാരിച്ചത് ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ടാണ്. നാളെയും ഞാൻ ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിക്കും. എനിക്ക് ആയുസ്സുള്ള കാലത്തോളം ഞാൻ ഫലസ്തീനികൾക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. 9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ച സമയത്ത് ഞാൻ ആദ്യമായി ചെയ്ത വീഡിയോയും ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് വീഡിയോകൾ ഫലസ്തീനുമായും ഗസയുമായും ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ വീഡിയോകൾ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ചാനൽ പോലും നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയി. പക്ഷേ എന്നിട്ടും ഞാൻ നിർത്താൻ തയ്യാറായില്ല. അവർക്ക് വേണ്ടി നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ റമളാനിൽ നല്ലവരായ ജനങ്ങളുടെ കൂട്ടമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഗസയിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വേദനയും ദുരിതവും എത്രത്തോളമാണെന്ന് എനിക്ക് വ്യക്തമായി നേരിട്ടറിയാം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മതമല്ല, മറിച്ച് രാഷ്ട്രീയവും മാനവികതയുമാണ്. ഒരു വശത്ത് ഫലസ്തീനികളുടെ വിഷയമായതുകൊണ്ടാണ് സംഘികളും ക്രിസംഘികളും ഒക്കെ ഇതിൽ മതം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നീതിയുടെയും സത്യത്തിൻ്റെയും കൂടെ നിൽക്കുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും കടമയാണ്. ആ നീതിക്കൊപ്പം നിന്ന് സ്പെയിൻ ഇന്ന് കപ്പടിച്ചിരിക്കുന്നു.